ഹലോ ഗൈസ്, നമ്മളിന്ന് രാവിലെ തന്നെ നെടുമങ്ങാട് വന്നിരിക്കുകയാണ്. വന്നത് നമ്മുടെ പുതിയ ടിവിക്ക് സ്റ്റെബിലൈസർ വാങ്ങാൻ. അങ്ങനെ നമ്മുടെ നെടുമങ്ങാടുള്ള പിട്ടാപ്പള്ളി ഏജൻസിയിൽ നിന്നാണ് സ്റ്റെബിലൈസർ വാങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വെമ്പായത്തുള്ള ഉദയ ഫർണിച്ചറിലേക്കാണ്. നമ്മൾ വന്നത് മുള്ളത്തെ നെല്ലയിലേക്ക് ഒരു അലമാര നോക്കാനാണ്. അങ്ങനെ ഞാനും കൊഞ്ചുവും ആദിലും അന്തയുമാണ് വന്നത്. നമ്മുടെ വീട്ടിലേക്കുള്ള മിക്ക ഫർണിച്ചർ നമ്മൾ ഈ ഷോപ്പിൽ നിന്നാണ് വാങ്ങുക. കാരണം ഈ ഷോപ്പിൽ നല്ല ഓഫർ കിട്ടാറുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു അലമാരയാണ് വാങ്ങിയത്. ഇത് അത്യാവശ്യം ഒരുപാട് തുണി വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. കൂടെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മുടെ ബഡ്ജറ്റ് ഒതുങ്ങിയ ഒരു അലമാരയായിരുന്നു. അങ്ങനെ നമുക്ക് 4 പേർക്ക് ഈ അലമാര ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അലമാരയ്ക്ക് അപ്പം തന്നെ പേയ്മെന്റ് ചെയ്ത് നമ്മളവിടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോണ വഴി നമ്മുടെ ഫേവറേറ്റ് ചായക്കടയിൽ ഇറങ്ങിയായിരുന്നു. അപ്പൊ ഈ കടയുടെ എക്സാക്ട് ലൊക്കേഷൻ നെടുമങ്ങാടിൽ നിന്ന് വിതിരയിലേക്ക് പോണ വഴി പൂങ്കാവനം എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടുന്ന് ചായ കുടിച്ച് നോക്കണേ. ഇവിടുത്തെ ചായ സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചായ. ഇപ്പൊ നമ്മൾ നെടുമങ്ങാടിൽ നിന്ന് വിതിരയിലേക്ക് വരും ഇവിടുത്തെ ചായ മിസ്സാക്കാറേ ഇല്ല. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് നല്ല മുതുക്ക് മഴ അങ്ങോട്ട് തുടങ്ങി. ആ സമയത്ത് നമ്മുടെ അമ്മൂസിന്റെ മഴ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് കഴിഞ്ഞ് എനിക്ക് എയർടെല്ലിൽ നിന്ന് വൈഫൈ കണക്ഷൻ എടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ അവിടെ ഷിംജിയുടെ സനാത്തയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേശവദാസപുരത്തുള്ള എയർടെൽ ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി അങ്ങനെ 1 മണിക്കൂറോളം നമ്മൾ അവിടെ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ നല്ല തിരക്കായിരുന്നു. നമ്മൾ വരുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്യൂവിലാണ് നിന്നത്. അങ്ങനെ അവസാനം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈഫൈ കണക്ഷനൊക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് നെടുമങ്ങാട് കോവിലിൽ ഉത്സവം നടക്കുമായിരുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടുള്ള ഫ്ലോട്ടുകൾ ചെണ്ടമേളങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാറിൽ ഇരുന്ന് തന്നെ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊന്ന് കറങ്ങാൻ വേണ്ടി കല്ലാർ വരെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സഖാവ് സ്റ്റീഫൻ സാർ പണിയഴിപ്പിച്ച ചിറ്റാർ പാലത്തിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഒരുപാട് വികസനം സ്റ്റീഫൻ സാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തേവയോട് പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പണ്ട് ഞാൻ രാത്രി ഇവിടെ വന്ന് ഇരിക്കുമായിരുന്നു. ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ നല്ല വൈബ് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പൂങ്കാവനത്തുള്ള ഹെവൻ ഫാസ്റ്റ് ഫുഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പെറോട്ടയും ദോശയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കല്ലുവിന്റെ ബേബിയെ കാണാൻ പോയായിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട സബ് അടിക്കാൻ മറക്കല്ലേ.